അങ്ങനെ ഫൈനലി ഞാനും ഉണ്ടാക്കി 3 ഇൻഗ്രീഡിയൻസ് മാത്രം ചേർത്തിട്ടുള്ള വൈറൽ ബീഫ്. അതിനുവേണ്ടി ഉള്ളി എടുത്തു, മുളകെടുത്തു. മുളക് പൊടിച്ചതുണ്ടായിരുന്നില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ നമ്മുടെ കൃഷ്ണറിൽ വെച്ചൊന്ന് വലിച്ചടിച്ച് പൊട്ടിച്ചു. പിന്നെ ഉള്ളി വഴറ്റുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ, അതിൽ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ പൊട്ടിത്തെറിച്ച് കൈമളിക്കൊക്കെ ആകെ തെറിച്ച് പോകും. പതുക്കെ പതുക്കെ പരക്കിയിട്ടിങ്ങനെ നല്ലപോലെ വഴറ്റിയെടുക്കാം. കുറേ കഴിയുമ്പോൾ ഒരു സ്മെല്ല് വരും, നല്ല ഉള്ളി വഴറ്റിയ സ്മെല്ല്. ആഹാ, അത് സെറ്റായി കളറൊക്കെ മാറി കഴിയുമ്പോൾ ക്രഷ്ഡ് ചില്ലി ഇട്ടു. അവർ പറഞ്ഞ പോലെ തന്നെ നല്ലപോലെ മിക്സ് ചെയ്തു. പിന്നെ ഉപ്പിട്ടു കേട്ടോ. ഉപ്പിട്ട് സെറ്റാക്കി കഴിഞ്ഞിട്ട് അത് സെറ്റായപ്പോൾ കുറച്ച് ബീഫും കൂടി ഇട്ടിങ്ങാണ്ട് ഇളക്കി മിക്സ് ചെയ്ത് സെറ്റാക്കി ഇങ്ങാണ്ട് അടച്ച് വെച്ചൊരു 3-4 വിസിൽ. ഞാനൊരു 5 വിസിൽ കേൾപ്പിച്ചായിരുന്നു. എന്നിട്ട് ഇറക്കി പോയി കഴിഞ്ഞപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ അതിൽ തന്നെ ഇട്ട് നല്ലപോലെ വറ്റിച്ച് പിന്നെ വേപ്പില നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമായതുകൊണ്ട് ഞാനതെല്ലാത്തിലും പറിക്കിടും. അങ്ങനെ അതിൽ തന്നെ വറ്റിച്ച് സെറ്റാക്കിയിട്ട് ഇങ്ങനെയായി അതിൻ്റെ കോലം. കാണുമ്പോൾ പുതിയ ഈ വയലൊക്കെ വെള്ളം വന്ന് നല്ല സൂപ്പറായിട്ടിരിക്കുക, നല്ല കുറുകിയ പോലെ. പക്ഷെ എനിക്കിതിൻ്റെ സ്മെല്ല് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല. അങ്ങനെ നല്ല പ്രതീക്ഷയോടെ ഞങ്ങളെല്ലാവരും കൂടി പാത്രത്തിലൊക്കെ ഇട്ടിങ്ങാണ്ട് കഴിച്ചു. പക്ഷെ എനിക്കെന്തോ വീഡിയോസിൽ കാണുന്നതെന്ന് പറയുന്ന പോലെ അത്രയ്ക്ക് ഇങ്ങോട്ടേക്ക് ഇഷ്ടമായില്ല. എനിക്ക് സൂപ്പറായി എന്ന് പറയാൻ തോന്നിയില്ല. ഇനി ഞാൻ ഉണ്ടാക്കിയതിൻ്റെ പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല. പിന്നെ ലാസ്റ്റ് ഞാൻ എന്ത് ചെയ്തു, മുമ്പ് ഉണ്ടാക്കുന്ന പോലെ തന്നെ കുറച്ച് മസാലയും മല്ലിപ്പൊടിയൊക്കെ ഇട്ട് സെറ്റാക്കി കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ടപ്പോഴാണ് എനിക്ക് സമാധാനമായത്. ഇതെൻ്റെ മാത്രം അഭിപ്രായമാണ്. ഇത് ഇഷ്ടമായവരുണ്ടാവും, ഇഷ്ടമാവാത്തവരുണ്ടാവും. പക്ഷേ എനിക്കെന്തോ മസാലയില്ലാത്ത ബീഫ് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല.